വി വസീഫ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വസീഫ്, ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്യധികം ഗൗരവതരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. KSUവിന്റെ സംസ്ഥാന തെക്കൻ മേഖല ക്യാമ്പാണ് നടക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള സംഘർഷം, ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് KSU ആയിട്ട് എന്തിനാ മാറി നിൽക്കേണ്ടത് എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. തമ്മിൽ തല്ലും, ലഹരി ഉപയോഗവും, അതുപോലെ ആളുകളെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇവരുടെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട്ടെ ക്യാമ്പിനെ കുറിച്ച് നമുക്കറിയാം. അവരുടെ പഠന ശിബിരം, ആ പഠന ശിബിരത്തിൽ അവർ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. വലിയ ആക്ഷേപം ഉയർന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വനിതാ പ്രവർത്തക മറ്റൊരാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് ആ പരാതി അവർ സെറ്റിൽ ചെയ്യാനാണ് പരിശ്രമിച്ചത്, നമ്മൾ കണ്ടതായത്. അപ്പൊ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേതൃത്വമാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വം. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും അങ്ങനെയേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുജീവിതം പോലും ദുസ്സഹമാകുന്ന തരത്തിലേക്ക്, പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസവും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ ഈ ഇടപെടലുകൾ പുറത്തേക്ക് കൂടി വരുന്ന സാഹചര്യത്തിലേക്ക് വലിയ ആശങ്കാജനകമാണ് ഈ കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ്. ഇവരുടെ ഇപ്പൊ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. നമ്മൾ കണ്ടു കഞ്ചാവ് പിടിച്ചത് പത്തനംതിട്ടയിൽ. എന്താ ഇവർ നടപടിയെടുത്തത്? ഒരു നടപടി ഇവർ ഇതിലൊന്നും എടുക്കുന്നില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അരാജകവാദികളുടെ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ അരാജകവാദികളുടെയും അക്രമികളുടെയും കൂട്ടായ്മയായ കോൺഗ്രസിനെ കേരളത്തിലെ ഗവൺമെന്റ് നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി. വി വസീഫാണ് പ്രതികരിച്ചത്.